വരവ് വരവ് സിനിമ കാണാനുണ്ടായ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള എ കെ സാജൻ്റെ ധ്രുവം എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു കിഡിലൻ കിഡിലൻ പടം എന്ന് വെച്ചാൽ കിഡിലൻ പടമായിരുന്നു അത്. അതേപോലെ തന്നെ എനിക്ക് ആളുടെ കഥയിൽ ഇഷ്ടപ്പെട്ട വേറൊരു പടമാണ് ക്രൈം ഫയൽ ഭയങ്കര അടിപൊളി പടമാണ്. ക്രൈം ഫയൽ ഭയങ്കര നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാത്ത നല്ല എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രൈം സ്റ്റോറിയാണ് ക്രൈം ഫയൽ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ധ്രുവം പോലത്തെ ഒരു പടമാണ്. അതിൻ്റെ തീം എടുത്തിട്ടാണ് പുതിയ രീതിയിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയുടെ പ്രമോഷന് വേണ്ടിയിട്ട് എ.കെ. സാജൻ വന്നപ്പോൾ അതിൽ പറയുണ്ടായി. അപ്പോൾ അതേപോലെ തന്നെ ഷാജി കൈലാസിൻ്റെ ഒരു മേക്കിങ് ഇതൊക്കെ കാണാമെന്നുള്ള രീതിയിലാണ്. പിന്നെ അതുപോലെ ജോർജിൻ്റെ ഒക്കെ ആക്ഷനൊക്കെ നല്ല രീതിയിൽ മുന്നേ ഉള്ള പടത്തിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പടത്തിന് പോയത്. പിന്നെ അതിൽ കാസ്റ്റിങ്ങൊക്കെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിൽ മുരളി ഗോപി, അതേപോലെ ഷെമി തിലകൻ്റെ മകൻ, പിന്നെ അതേപോലെ ബൈജു, പിന്നെ പഴയ കുറേ കാലത്തിന് ശേഷം വാണി വിശ്വനാഥ് നല്ല രീതിയിൽ തിരിച്ചു വരും എന്നൊക്കെ വിചാരിച്ച് പോലീസ് കഥാപാത്രമൊക്കെ ആയിട്ട് രണ്ടാമത് കുറേ പഴയ ആൾക്കാരൊക്കെ നമ്മൾ തിരിച്ച് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വാണി വിശ്വനാഥൊക്കെ ഇൻ്റർവെല്ലിന് ശേഷം ഭയങ്കര അതിനോട് എടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതൊന്നുമില്ല. ഒരു പോലീസ് ഓഫീസറിൻ്റെ ഒരു കഥാപാത്രമായിട്ട് ഭയങ്കര നമുക്ക് അങ്ങനെ ഒരു എടുത്ത് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ആൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അതേപോലെ ബാബുരാജ് ആയാലും ഇതിലിപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ളത് മുരളി ഗോപി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഷെമി തിലകൻ്റെ മകൻ ഇതിൽ വന്നപ്പോൾ അതിൻ്റെ ട്രെയിലറിൽ ഒക്കെ നമ്മൾ കണ്ടപ്പോൾ വിചാരിച്ച് ഇതിൽ നല്ല അടിപൊളി റോളായിരിക്കും എന്നൊക്കെ, നല്ല കിടിലൻ റോളായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചത്. പക്ഷേ ആളൊക്കെ കൊടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലത്തെ അങ്ങനത്തെ ഒരു ഇതുപോലെ എനിക്ക് തോന്നി കണ്ടിട്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ മ്യൂസിക് ഇതിൻ്റെ സാം CS ആണ്. ഇതിൻ്റെ ഒരു പാട്ട് ഇവർ സിനിമയുടെ മുന്നേ അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പാട്ട് മാത്രം അതും വലിയ കുഴപ്പമില്ല, അത്ര തന്നെ. ബാക്കിയുള്ള പാട്ടൊക്കെ നമുക്കത്ര എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മറ്റേ ഒരു സിനിമയുടെ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു പാട്ടുണ്ട്, മണികണ്ഠൻ ആചാര്യൊക്കെ ആയിട്ടുള്ളൊരു പാട്ട്. അത് വെറുതെ ഒരു പടത്തിനൊരു ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല ആ പാട്ട്. അപ്പം അങ്ങനെ ഇതാക്കി തോന്നി. പിന്നെ ഇതിൽ ഈ ഷാജി കൈലാസിനെ എനിക്ക് ഇതിന് മുന്നേ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തൊരു മൂവി എന്ന് പറഞ്ഞത് അലിബായി ആയിരുന്നു. അത് ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. കുറേ മുന്നേ തിയേറ്ററിൽ പോയി കണ്ട പടമായിരുന്നത്. അതും അതിൽ വെച്ചാൽ ആകെ മൊത്തത്തിൽ കുറേ ക്യാമറ ഇതായിട്ടുള്ള കുറേ പരിപാടിയുണ്ട്. ഷാജി കൈലാസിൻ്റെ മെയിൻ ഇതാണത്. അത് സെയിം തന്നെ എനിക്കത് ആ പടമാണ് എനിക്ക് ഷാജി കൈലാസിൻ്റെ ഭയങ്കര ഒരു ഓവറായിട്ട് ആണ് തോന്നിയത്. മൊത്തം ക്യാമറ പടം കണ്ടവർക്കറിയാം, ഭയങ്കരമായിട്ട് നമ്മളെ വെറുപ്പിക്കും. അതേപോലത്തെ ഒരു പടമായിരുന്നു അലിബായി. അത് മേക്കിംഗ് ആയാലും ഭയങ്കര ഇതായിട്ടുള്ള ഒരു പടമായിരുന്നു അത്. അതിൽ കുറേ ഇതേപോലെ തന്നെ കുറേ കാസ്റ്റിംഗ് അതിലുണ്ടായിരുന്നു. ഒരുപാട് പേര് ഉണ്ടായിരുന്ന പടമായിരുന്നത് ഒരുപാട് പേരുണ്ടായിരുന്ന പടമായിരുന്നത്. പക്ഷേ അതും ഇതേപോലെ ഭയങ്കര ഫ്ലോപ്പായ പടമാണത്. അങ്ങനെ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു മൂവി അലിബായി ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ മൂവി വന്നപ്പോൾ ഈ മൂവിയായി. അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒട്ടും എൻഗേജിങ് അല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് സെക്കൻഡ് ഹാഫിലും കുറച്ച് ബെറ്റർ ആക്കുമെന്ന് വിചാരിച്ച്. അതും ഭയങ്കര ഷോക്കായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ ടോട്ടൽ നമ്മളൊരു ഓവറോൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഭയങ്കര ഒരു ഡിസാസ്റ്റർ മൂവി.